തദ്ദേശ വകുപ്പിൽ ചട്ടങ്ങൾ മറികടന്ന് കൂട്ട സ്ഥലമാറ്റം. അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലുള്ള 25 പേരെയാണ് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റ പട്ടികയിൽ വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ള ഉദ്യോഗസ്ഥനുമുണ്ട്. ഇവിടെ സ്ഥലം മാറ്റപ്പെട്ടിരിക്കുന്ന ഇതിലിരിക്കുന്ന ഉത്തരവിലുള്ള മുഴുവൻ പേരും പൊതുസ്ഥലമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി അപേക്ഷ കൊടുത്ത് യോഗ്യത അടിസ്ഥാനത്തിൽ വന്നവരാണ്. അവരാരും തന്നെ 3 വർഷം ആയിട്ടില്ല. അതുകൊണ്ടാണ് പ്രാഥമികമായി ഇത് ചട്ടവിരുദ്ധമെന്ന് പറയുന്നത്. ഈ മെയ് 31 റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഉത്തരവിനകത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആലപ്പുഴ ജില്ലയിലേക്ക് ചെട്ടികുളങ്ങരയിലേക്കാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് അസിസ്റ്റൻ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുന്നത് ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളെയാണ് അതിനകത്ത് നിയമിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അനുരു അശോകൻ ചേരുന്നുണ്ട്. അനുരു, അങ്ങനെ വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലം മാറ്റിയിരിക്കുകയാണ്. എന്താണ് ഈ ഇത്തരത്തിലൊരു കൂട്ട സ്ഥലമാറ്റത്തിന് പിന്നിൽ? സ്വാന, നിലവിലുള്ള ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇത്തരത്തിൽ ഒരു ഭരണ സൗകര്യാർത്ഥം എന്ന പേരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ തന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലുള്ള 25 ജീവനക്കാരെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. 2017 സർക്കാർ ചട്ടപ്രകാരം ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിന് അപേക്ഷിക്കുന്ന ജീവനക്കാരിൽ നിന്ന് ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിച്ച് ഇവരെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റേണ്ടത് എന്നുള്ളത് ഉത്തരവിലുണ്ട്. എന്നാൽ ഇപ്പോൾ ജീവനക്കാർ പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ ഈ പറയുന്ന സ്ഥലം മാറ്റം ലഭിച്ച ജീവനക്കാരനെ സംബന്ധിച്ച് 3 വർഷം ആ ഓഫീസിൽ തുടരാനുള്ള ഒരു സൗകര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ 3 വർഷം പോലും ആ ട്രാൻസ്ഫറായി ആ ഓഫീസിൽ തുടരുന്ന ജീവനക്കാരന് കാലാവധി പൂർത്തിയാക്കാത്ത ജീവനക്കാരെ പോലും ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് വിരമിക്കാൻ 2 വർഷമുള്ള ജീവനക്കാരെ അവരുടെ ഭരണ സൗകര്യാർത്ഥം, അവരുടെ താല്പര്യാർത്ഥം അവരുടെ ജില്ലകളിൽ സ്ഥലം മാറ്റം നൽകണമെന്നാണ്. എന്നാൽ ഈ ജീവനക്കാരെ സ്ഥലം മാറ്റാനും പാടില്ല. എന്നാൽ മെയ് 31 വിരമിക്കുന്ന ജീവനക്കാരനെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ ചെട്ടിക്കുളങ്ങര ഓഫീസിലേക്ക് മാറ്റിയിരിക്കുന്നു. കൂടാതെ ഒരു ജീവനക്കാരൻ്റെ കുടുംബാംഗങ്ങൾക്കോ മക്കൾക്കോ ഭാര്യയ്ക്കോ ആർക്കും ആയിക്കോട്ടെ ഗുരുതരമായ രോഗങ്ങളുണ്ടെങ്കിൽ ഈ ജീവനക്കാരനെ സ്ഥലം മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഉത്തരവിൽ ഓട്ടിസം ബാധിച്ച മകനുള്ള ജീവനക്കാരനെ പോലും സ്ഥലം മാറ്റിയിരിക്കുന്നു. കൂടാതെ യോഗ്യത സംബന്ധിച്ചാണെങ്കിൽ അതിലും ഗുരുതരമായ വീഴ്ചകളുണ്ടെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ജേർണലിസം യോഗ്യതയുള്ള തസ്തികയിലേക്ക് ജേർണലിസം യോഗ്യതയില്ലാത്ത ഒരാളെ കൊണ്ടുവരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് NGO യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിന് മുന്നിൽ ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡയറക്ടറെ ഓഫീസ് ഉപരോധിക്കുന്ന അവസ്ഥയുണ്ടായി. തുടർന്ന് ജീവനക്കാരുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് ചർച്ച നടത്തുകയും ഈ ഉത്തരവിൽ, സ്ഥലമാറ്റ ഉത്തരവിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തിരുത്തുമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിരിക്കുന്നത്. സോന, ശരി, എന്തായാലും കൂട്ട സ്ഥലമാറ്റത്തിൽ വലിയ ചട്ടലംഘനം നടന്നതായാണ് ആക്ഷേപമുയരുന്നത്. അനുരു അശോകനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.